ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ സമയത്ത് ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം വലിയവനായിരിക്കുന്ന ദൈവം തന്നതായിരിക്കുന്ന ഈ നല്ല സന്ദർഭത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ആരാധനയുള്ള ബന്ധത്തിൽ ഇന്ന് നമുക്ക് ഒരു വേദഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 148 സങ്കീർത്തനം അതിൻ്റെ 14 വാക്യം. 148 സങ്കീർത്തനം അതിൻ്റെ 14 വാക്യം. ഇസ്രായേൽ മക്കളായ തൻ്റെ സകല ഭക്തന്മാർക്കും പുകഴ്ചയായി അവൻ സ്വജനത്തിന് ഒരു കൊമ്പിനെ ഉയർത്തിയിരിക്കുന്നു. നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നത് ഭക്തന്മാർക്കായിട്ട് അഥവാ ഇസ്രായേൽ മക്കൾക്കായിട്ട് ഉയർത്തപ്പെട്ടതായിരിക്കുന്ന ഒരു കൊമ്പ്. ഇവിടെ കാണുന്നത് ഇസ്രായേൽ മക്കളായ തൻ്റെ സകല ഭക്തന്മാർക്കും അത് ഉയർത്തുവാൻ പുകഴ്ചയ്ക്ക് കാരണമായി തീർന്ന ഒരു കൊമ്പ്. അത് ഇവിടെ കാണുന്നത് ആ കൊമ്പിനെ ദൈവം ഉയർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ആർക്ക് വേണ്ടി ഉയർത്തിയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി. ഇസ്രായേൽ മക്കളിൽ തന്നെ തന്നോട് അടുത്തിരിക്കുന്ന ജനമായി, അതായത് ആരാധിപ്പാനായിട്ട് കടന്നു വന്നിരിക്കുന്ന ജനം, ഇസ്രായേൽ മക്കളായ തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു കൊമ്പ്, ദൈവം ഉയർത്തിയിരിക്കുന്ന ഒരു കൊമ്പ് ആണ് ഇവിടെ നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നത്. ആരാധിക്കുന്ന തൻ്റെ ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നതായിരിക്കുന്ന ഒരു കൊമ്പ് ആണ് നമുക്കിവിടെ കാണുവാൻ തക്കണം കഴിയുന്നത്. ഈ കൊമ്പിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ പുറപ്പാട് 27 അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, പുറപ്പാട് 27 അധ്യായം അതിൻ്റെ 2 വാക്യത്തിൽ ഇപ്രകാരമാണ് കാണുന്നത്: യാഗപീഠം ഉണ്ടാക്കണം, യാഗപീഠം സമചതുരവും 3 മുഴം ഉയരവുമായിരിക്കണം, അതിൻ്റെ 4 കോണിലും കൊമ്പ് ഉണ്ടാക്കണം. അപ്പോൾ യാഗപീഠത്തിന് സമാഗമന കൂടാരത്തിൽ പ്രാകാരത്തിൽ കാണുന്നതായിരിക്കുന്ന യാഗപീഠം, ആ യാഗപീഠത്തിന് 4 കൊമ്പ് ഉണ്ടായിരിക്കണം എന്ന് ഇവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ കൂടെ കഴിയുന്നുണ്ട്. മാത്രമല്ല, ലേവ്യ പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഈ യാഗപീഠത്തിലെ ഈ കൊമ്പിൻ്റെ പ്രത്യേകത എന്താണ് എന്നുള്ളതും നമുക്ക് കാണുവാൻ തക്കണം കഴിയും. ലേവ്യ പുസ്തകം എല്ലാ ഭാഗങ്ങളും ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ലേവ്യ പുസ്തകവും അതിൻ്റെ 4 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 4 അധ്യായത്തിൻ്റെ 7 വാക്യം നമുക്ക് വായിക്കാം. ലേവ്യ പുസ്തകം അതിൻ്റെ 4 അധ്യായം അതിൻ്റെ 7 വാക്യം: പുരോഹിതൻ രക്തം കുറെ യഹോവയുടെ സന്നിധിയിൽ സമാഗമന കൂടാരത്തിലുള്ള സുഗന്ധവർഗത്തിൻ ധൂപപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടണം. അതിനുശേഷം അതിൻ്റെ 18 വാക്യത്തിൽ നാം കാണുന്നത്: അവൻ സമാഗമന കൂടാരത്തിൽ യഹോവയുടെ സന്നിധിയിലുള്ള പീഠത്തിൻ്റെ കൊമ്പുകളിൽ കുറെ പുരട്ടണം. അതിന് പിന്നെയും പല ഭാഗങ്ങളുണ്ട്, എങ്കിലും എൻ്റെ 30-34 വാക്യം കൂടെ വായിക്കുന്നു. 30 പുരോഹിതൻ അതിൻ്റെ രക്തം വിരൽ കൊണ്ട് കുറെ എടുത്ത് ഹോമയാഗ പീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടി ശേഷം രക്തമൊക്കെയും യാഗപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിച്ച് കളയണം. അതുപോലെ തന്നെ ഇത് പറയുന്നത് ദഹനയാഗങ്ങളെ അർപ്പിക്കുക. അവൻ ചെയ്യുന്ന പാപത്തിന് പുരോഹിതൻ ഇങ്ങനെ പ്രായശ്ചിത്തം കഴിക്കണം. പല ഭാഗങ്ങളിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവസാനമായിട്ട് എഴുതിയിരിക്കുന്നത് ഇങ്ങനെ അവൻ ചെയ്ത പാപത്തിന് പുരോഹിതൻ പ്രായശ്ചിത്തം കഴിക്കണം. പാപത്തിൽ നിന്നുള്ളതായിരിക്കുന്ന പ്രായശ്ചിത്തത്തിനായിട്ട് യാഗപീഠത്തിലേക്ക് കടന്നു വരണം. അത് മൃഗത്തെ അറുക്കണം. ആ കൊമ്പ് അതിനെ കാണിക്കുന്നു. കൊമ്പ് ശക്തിയെ കാണിക്കുന്നു, വിജയത്തെ കാണിക്കുന്നു, ആശ്രയത്തെ കാണിക്കുന്നു. അപ്പോൾ അങ്ങനെ നിരാശ്രയായിരിക്കുന്നവർക്ക്, പാപഭംഗിലമായിരിക്കുന്ന ജീവൻ തേച്ചുകൊണ്ട് മുന്നോട്ട് വന്ന ഇസ്രായേൽ മക്കളുടെ ബന്ധത്തിൽ അവർക്ക് അതിൽ നിന്നും, ആ പാപത്തിൽ നിന്നും അവർക്ക് വിടുതൽ ലഭിക്കാനായിട്ട് അവർക്ക് ഈ യാഗപീഠത്തിലേക്ക് കടന്നു വരേണ്ടത് ആവശ്യമായിരുന്നു. ആ മൃഗത്തിൻ്റെ രക്തം യാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടേണ്ടത് ആവശ്യമായിരുന്നു. എന്നാൽ തുടർന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത് അതിൻ്റെ എബ്രായർക്കെഴുതിയ ലേഖനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, എബ്രായർക്കെഴുതിയ ലേഖനം അതിൻ്റെ 10-4 വാക്യം, എബ്രായർക്കെഴുതിയ ലേഖനം 10 അധ്യായത്തിൻ്റെ 4 വാക്യത്തിൽ:
കാളുകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. അപ്പോൾ പഴയ നിയമകാലത്ത് ഇസ്രായേൽ മക്കൾ ചെയ്തു വന്നതായിരിക്കുന്ന ആ യാഗം, അതുപോലെ തന്നെ ആ യാഗപീഠത്തിൻ്റെ കൊമ്പുകൾ, ഇവയൊന്നും ഒരു സ്ഥിരമായിട്ടുള്ള ഒരു പാപത്തിൽ നിന്നുള്ള വിടുതലിന് അത് സാധ്യമല്ലായിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? അത് നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 69, 70, 71 വാക്യങ്ങൾ. ആദ്യം മുതൽ തന്നെ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതുപോലെ നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്നും നമ്മെ പയക്കുന്ന ഏവരുടെയും കയ്യിൽ നിന്നും നമ്മെ രക്ഷിപ്പാൻ തൻ്റെ ദാസനായ ദാവീദിൻ്റെ ഗ്രഹത്തിൽ നമ്മുടെ രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ പഴയ നിയമത്തിൽ നാം കണ്ടതായിരിക്കുന്ന യാഗപീഠത്തിൻ്റെ കൊമ്പുകൾ അത് സ്ഥിരമായിട്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പാപത്തിൽ നിന്നുള്ളതായിരിക്കുന്ന പരിപൂർണ്ണ വിടുതൽ ലഭിക്കാതിരിക്കുമ്പോൾ, അർത്ഥാത് വീണ്ടും വീണ്ടും ആവർത്തി ചെയ്യേണ്ടതായിരിക്കുന്ന ആ ബലിയിൽ നിന്നും ഒരു വിടുതൽ ലഭിച്ചുകൊണ്ട് അതിനൊരു പരിഹാരം കണ്ടുകൊണ്ട് ഇവിടെ പറയുന്നത് തൻ്റെ ദാസനായ ദാവീദിൻ്റെ ഗ്രഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തിയിരിക്കുന്നു. നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയുന്നത് ഈ കൊമ്പ് മറ്റാരുമല്ല, ഇത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആണ് എന്നുള്ളത് നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയുന്നുണ്ട്. അതെ, ഈ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ആ കൊമ്പ് നമുക്ക് വേണ്ടി ഉയർത്തിയിരിക്കുന്നു. അതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് തിരിച്ച് ആ സങ്കീർത്തനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 148-ാം സങ്കീർത്തനത്തിൽ കാണുന്നത് എന്ത് ചെയ്യണം? അവൻ സ്വജനത്തിന് ഒരു കൊമ്പിനെ ഉയർത്തിയിരിക്കുന്നു, യഹോവയെ സ്തുതിപ്പീൻ. അപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തതായിരിക്കുന്ന യാഗബലി, ആ യാഗപീഠം, ആ കൊമ്പുകൾ, ഇവയൊക്കെയും ഇസ്രായേൽ മക്കളുടെ ബന്ധത്തിൽ അവരുടെ പാപത്തിൻ്റെ പരിഹാരമായിരുന്നുവെങ്കിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 69 മുതൽ 71 വരെയുള്ള വാക്യങ്ങളിൽ ദാവീദിൽ നിന്നും പുറപ്പെടുന്നതായിരിക്കുന്ന ആ കൊമ്പ് നമുക്ക് രക്ഷയ്ക്ക് കാരണമായി തീരുന്നു. അത് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രക്ഷയ്ക്ക് വേണ്ടി കടന്നു വന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആണ് എന്നുള്ളതിന് നമുക്ക് യാതൊരു സംശയവുമില്ല. ആ കർത്താവായ യേശുക്രിസ്തു ആണ് ആ കൊമ്പ് എന്നുള്ളത് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമുക്കിവിടെ കാണാൻ വീണ്ടും നമുക്ക് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് നമുക്ക് കടന്നു വന്നിട്ട് ആ വിഷയം കൂടി നമുക്ക് ചിന്തിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം ഇപ്രകാരം: ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. അപ്പോൾ ഇസ്രായേൽ മക്കളുടെ ബന്ധത്തിൽ നാം 148-ാം സങ്കീർത്തനം 14-ാം വാക്യത്തിൽ കണ്ടതായിരിക്കുന്ന ആ കൊമ്പ് അത് താൽക്കാലികമായിരുന്നു. വീണ്ടും വീണ്ടും അവർ കടന്നു വന്ന് ബലി അർപ്പിക്കേണ്ടത് ആവശ്യമായിരുന്നു. ആ യാഗപീഠത്തിൻ്റെ കൊമ്പുകളെ പിടിക്കേണ്ടത് ആവശ്യമായിരുന്നു എന്ന് നമുക്ക് പുറപ്പാട് പുസ്തകത്തിലും ലേവ്യ പുസ്തകത്തിലും ആവർത്തിച്ച് നമുക്ക് രേഖപ്പെടുത്തി കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൽ 4-ാം വാക്യം വായിക്കുമ്പോൾ ഇതൊന്നുകൊണ്ടും ശാശ്വത പരിഹാരമല്ല എന്നുള്ളത് അവിടെ വ്യക്തമായിട്ട് നാം കാണുന്നു. അതുമാത്രമല്ല, എന്നാൽ ഒരു ജനങ്ങളുടെ രക്ഷയ്ക്കായിട്ട് ഒരു കൊമ്പ് ഉയർത്തിയിരിക്കുന്നു. അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആണെന്നുള്ളത് ലൂക്കോസിന് സുവിശേഷം 1-ാം അധ്യായം 69 മുതൽ 71 വരെയുള്ള വേദഭാഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല, എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യത്തിൽ ആ കൊമ്പ് മറ്റാരുമല്ല, ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രാവശ്യം ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകർ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. ഇതാണ് ഈ കൊമ്പിൻ്റെ പ്രത്യേകത. ഈ കൊമ്പിൻ്റെ പ്രത്യേകത വീണ്ടും വീണ്ടും അർപ്പിക്കേണ്ട ആവശ്യമില്ല, യാഗം കഴിക്കേണ്ട ആവശ്യമില്ല. ഒരിക്കലായി അർപ്പിക്കപ്പെട്ടു തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. അപ്പോൾ പ്രിയരെ, നാം ഇന്ന് ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല, 148-ാം സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗത്ത് നാം കണ്ടതുപോലെ തന്നെ എന്ത് ചെയ്യണം? യഹോവയെ സ്തുതിപ്പീൻ. 148-ാം സങ്കീർത്തനത്തിൻ്റെ ആരംഭവും യഹോവയെ സ്തുതിപ്പീൻ എന്നാണ്, അവസാന ഭാഗത്തും യഹോവയെ സ്തുതിപ്പീൻ എന്നുണ്ട്. നാം യഹോവയെ സ്തുതിക്കണം. കാരണം ഇസ്രായേൽ മക്കൾ യഹോവയെ സ്തുതിക്കേണ്ടത് ആവശ്യമായിരുന്നുവെങ്കിൽ നമുക്ക് എത്രയോ അധികം.
കാരണം വീണ്ടും വീണ്ടും ആവർത്തിച്ച് യാഗം കഴിക്കേണ്ട ആവശ്യമില്ലാതെ വണ്ണം എന്നേക്കുമായി നമുക്ക് വേണ്ടി യാഗമായി തീർന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, നമുക്ക് രക്ഷ ഒരുക്കി തന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, ആ യേശു ക്രിസ്തുവിൻ്റെ മുൻപാകെ കടന്നു വന്ന് അവരെ നമുക്ക് സ്തുതിക്കാം, അവരെ നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.